ഹായ്, ഇന്ന് നമുക്ക് ഒരു പഴയകാല ഒരു ബ്രാഹ്മിൻ ഡിഷ് ഒരയപ്പ് വട പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ 1 കപ്പ് പച്ചരി, 1 കപ്പ് തുവരപ്പരിപ്പ്, 1 കപ്പ് ഉഴുന്നുപരിപ്പ്, 1 കപ്പ് ചെറുപയറ് പരിപ്പ്, 1 കപ്പ് കടലപ്പരിപ്പ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് വറ്റൽമുളക്. ഇതെല്ലാം പരിപ്പ് ദോശയ്ക്ക് ഇടണം. ഇതിൽ കൂടാതെ ഇതിൽ ചില വെജിറ്റബിൾസ് കൂടി ഇടാൻ പറ്റുള്ളൂ. മെയിനായിട്ടൊരു വെജിറ്റബിൾ വേണം, അതാണ് ചൊരയ്ക്ക. അപ്പോൾ ചൊരയ്ക്കയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. അപ്പോൾ ചൊരയ്ക്ക കുറച്ച് നല്ലോണം വേണം. അപ്പോൾ നമുക്ക് പിന്നെ ഇതിന് കുറച്ച് സ്പൈസസും വേണം. അത് നമ്മളുടെ വറ്റൽമുളക് വേണം, പെരിഞ്ചീരകം, പിന്നെയും കുറച്ച് സാധനം വേണം. ഞാൻ മുൻപിലേക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ പരിപ്പെല്ലാം ഒരു 5-6 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കണം. അതിപ്പോൾ ഞാൻ ആദ്യം തന്നെ കുതിരാൻ വേണ്ടി വെച്ചിരുന്നു. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കത് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിന് മുൻപ് നമുക്ക് കുറച്ച് പെരിഞ്ചീരകവും നമ്മുടെ വറ്റൽ മുളകും കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരണം. അരയ്ക്കരുത്, ക്രഷ് ചെയ്യണം. ഇതുപോലെ പൗഡറാക്കി എടുക്കണം, തരിപിരിയുള്ള പൗഡർ. അതേപോലെ തന്നെ നമ്മുടെ മാവ് മറ്റേ പരിപ്പൊക്കെ ഇതുപോലെ നമ്മുടെ അടദോശയ്ക്ക് ഉണ്ടാക്കില്ലേ അതേമാതിരി തരിപിരാന്ന് വടയ്ക്ക് കരയ്ക്കണ പോലെ ഇതും കൂടി വെള്ളമില്ലാതെ അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്താം. ഇതിൽ ചൊരയ്ക്ക ചേർത്താം, കുമ്പളങ്ങ ചേർത്താം, നമ്മുടെ കക്കടിയില്ലേ അതൊക്കെ ചേർത്താൻ പറ്റും കേട്ടോ. പിന്നെ വാഴയുടെ പൂവില്ലേ, വാഴക്കൂമ്പ്, അത് ചേർത്താൻ പറ്റും. അപ്പം ഞാൻ ചേർത്തത് ചൊരയ്ക്കയാണ് ഇതിൻ്റെ മെയിൻ. ചൊരയ്ക്ക എന്തായാലും വേണം കേട്ടോ. അപ്പം ഞാൻ ചൊരയ്ക്കയാണ് എടുക്കണത്. പിന്നെ കുറച്ച് തേങ്ങയൊക്കെ വേണം. ഞാൻ ഇന്ന് തേങ്ങയൊന്നും ഇടുന്നില്ല. പിന്നെ ബ്രാഹ്മിൻ ഡിഷാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ ഉള്ളി ഇടില്ല കേട്ടോ പണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ഉള്ളി ഇട്ടിട്ടുണ്ട്. കാരണം ഇതെൻ്റെ കുറച്ച് മഹാരാഷ്ട്രൻ ഫ്രണ്ട്സാണ് വരുന്നത് കഴിക്കാൻ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ്. അപ്പോൾ അവർ ഉള്ളിയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കിയത്. അപ്പോൾ ഞാനതിൽ ഉള്ളി ചേർത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയാണ്, ബ്രാഹ്മിൻ ഡിഷിൽ നമ്മൾ ഉള്ളി ചേർത്താറില്ല, പക്ഷേ ഇപ്പോൾ എല്ലാവരും ഉള്ളിയൊക്കെ ചേർത്തി ഇഷ്ടമുള്ളവല്ലോ കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി ചേർത്തുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ചൊരയ്ക്ക നന്നായിട്ട് ഇതുപോലെ ചിരവി എടുക്കണം കേട്ടോ. ഇതുപോലെ ചീവിയെടുത്ത് ചൊരയ്ക്കും. നമുക്ക് ഇനി ഈ മാവിലേക്ക് കുറച്ച് സാധനങ്ങളും മിക്സ് ചെയ്യാനുണ്ട്. നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമുക്കതിലേക്ക് പൊടിച്ച് വെച്ച് നമ്മളുടെ വറ്റൽമുളകും പെരിഞ്ചീരകവും അത് ചേർത്തി കൊടുക്കണം. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീവി വെച്ചിട്ടുള്ള നമ്മുടെ എന്താ പറയുക, ഇത് ചൊരയ്ക്ക ചേർത്തി കൊടുക്കണം. പിന്നെ കുറച്ച് ഉള്ളി കട്ട് ചെയ്തത് ഉള്ളി കഴിക്കാത്തവർ ഇടണ്ടായിട്ടുള്ളൂ, ഒരു നിർബന്ധമില്ല. പണ്ട് ബ്രാഹ്മിൻ ഡിഷിൽ ഉള്ളി ഇടില്ലായിരുന്നു. പിന്നെ ഉപ്പ് വേണം, കായപ്പൊടി വേണം കേട്ടോ. ഇതിൽ കായപ്പൊടി ഞാൻ ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കെല്ലാം നമ്മൾ അടദോശയിൽ ചേർത്താത്ത ഒരു സാധനം മഞ്ഞപ്പൊടിയാണ്. ഇതിൽ മഞ്ഞപ്പൊടി കൂടി ചേർത്തി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ഇഞ്ചി ചേർത്താം, മറ്റേ നമ്മുടെ കൊത്തമല്ലിയുടെ ഇല ചേർത്താം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഇത്രയും മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മളിതിലേക്ക് ഇടുന്നുണ്ട്. തേങ്ങ കട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ, ചെറിയ പീസായിട്ട്. ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇടാഞ്ഞത് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ കഷ്ണങ്ങളും കൂടി ചേർത്തി കൊടുക്കാം, ചരുവിയിട്ടല്ല, കഷ്ണങ്ങളായിട്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട എണ്ണ കൂടി വേണം കേട്ടോ. ഇനി നമുക്ക് നന്ന ചൂടായിട്ടുള്ള ഒരു ഇരുമ്പ് ചീഞ്ചട്ടിയിൽ എണ്ണ ചൂടാവുമ്പോൾ ഇതുപോലെ അങ്ങനെ കോരിയെടുക്കണം. ഒരുപാട് വെള്ളമാവരുത് കേട്ടോ, ദോശ പോലെ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് തീ സിമ്മിലാക്കി വെച്ചിട്ട് ഇതിനെ നമുക്ക് മൊരിയിച്ചെടുക്കണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നല്ല ചട്നിയുടെ കൂടെയോ, മുളക് ചട്നിയുടെ കൂടെയോ, കാര ചട്നിയുടെ കൂടെയോ, പൊടിയുടെ കൂടെയൊക്കെ, അതൊന്നും അല്ലെങ്കിൽ നല്ല കുറച്ച് വെണ്ണയും കുറച്ച് ശർക്കരയും കൂടി ഇട്ടിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഒരപ്പടയുടെ ഒരു ഭാഗം ശരിയായിട്ടുണ്ട് കേട്ടോ, മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ മറിച്ചിടാം. ഇനി മറിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് വീണ്ടും ഇതിനെ സിമ്മിൽ അടച്ച് വെക്കാം. അപ്പോൾ 2 സൈഡും കൂടി ഒന്ന് ആയി വരാൻ ഒരു 8-10 മിനിറ്റ് നന്നായിട്ട് മൊരിയണം കേട്ടോ. നന്നായി മൊരിയിച്ചെടുക്കണേ. ഇത് ഒരൊറ്റെണ്ണം മതി നമുക്ക് വയറ് നിറയാൻ. എൻ്റെ ഫ്രണ്ട്സിന് ഇത് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമായോ? നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ലൗക്കിയാണ് കേട്ടോ, നമ്മുടെ ചൊരയ്ക്കയാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. വാഴപ്പൂവും ഇടാട്ടോ, നന്നായിട്ട് ചീവിയിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ അടുത്ത് അതൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ടില്ല. വെള്ളം പോലുള്ള ഏത് വെജിറ്റബിൾസ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ക്യാരറ്റൊക്കെ ഇടാം. അപ്പോൾ ഉള്ളി ഇടണത് ഓപ്ഷനാണ്, പണ്ട് ഇടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ ചീത്ത പറയരുത് എന്തിനാണ് ഉള്ളി ഇട്ടത് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്, അവർക്ക് കഴിക്കാൻ കൊടുക്കാനാണ്. മറാഠികളാണ് അവർ ടീച്ചേഴ്സ്. അപ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി, അപ്പോൾ നല്ല അവർ ഉള്ളിയൊക്കെ കഴിക്കുന്നവരല്ലേ, അതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് നമ്മുടെ ഒരയപ്പ് വട. ഇനി
നിങ്ങൾക്ക് ഇതിങ്ങനെ ചട്നിയിലൊക്കെ മുക്കി കഴിക്കാൻ നല്ല രസമാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കഴിക്കണം, ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ ഉണ്ടാക്കാറുള്ളവർ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. മറക്കില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. പുതിയതായി കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ഇടണം കേട്ടോ. എനിക്ക് നിങ്ങളുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവാൻ പറ്റണത് കമൻസിൽ കൂടിയിട്ടാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ കമൻസൊക്കെ വായിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഒരു ചെറിയ കമൻറ്റ് ആയാലും ഇടണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.